ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കണ്ണൂർ കോക്ടെയിലാണ്. ഇതിൻ്റെ ആവശ്യത്തിലേക്കായി ഒരു പഴുത്ത പപ്പായ, 3 ക്യാരറ്റ് എന്നിവ എടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ അളവിനേക്കാൾ കുറഞ്ഞ അളവിൽ മാത്രമേ നമുക്ക് പപ്പായ ആവശ്യമുള്ളൂ. ഈ മുഴുത്ത പപ്പായ മുഴുവനായിട്ട് നമുക്ക് ആവശ്യമില്ല. ക്യാരറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അതിനായി വൃത്തിയാക്കിയതിന് ശേഷം ക്യാരറ്റ് കുക്കറിലിട്ട് ഒരു വിസിലടിക്കുന്നത് വരെ വേവിച്ചെടുക്കുക. ക്യാരറ്റ് വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പപ്പായ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. പപ്പായ തൊലി നന്നായി കളഞ്ഞ് ക്യാരറ്റിൻ്റെ അളവിനേക്കാൾ കുറഞ്ഞ രീതിയിൽ നമുക്ക് പപ്പായ ചെറു കഷ്ണങ്ങളായിട്ട് എടുക്കാം. ഒരിക്കലും പപ്പായയുടെ അളവ് കൂടി നിൽക്കരുത്. പപ്പായയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ കോക്ടെയിലിനകത്ത് നമുക്കൊരു രുചി കിട്ടത്തില്ല. പപ്പായയുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതൊരു ടേസ്റ്റ് കുറവായിരിക്കും. ഇവിടെ ക്യാരറ്റ് വെന്ത് വന്നിട്ടുണ്ട്. അതും കുഞ്ഞു കഷ്ണങ്ങളാക്കി മാറ്റുക. ഈ എടുത്ത പപ്പായ മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല. ക്യാരറ്റിൻ്റെ അളവിനേക്കാൾ കുറഞ്ഞ അളവിൽ പകുതിയോളം മാത്രമേ ഞാൻ പപ്പായ എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമുക്ക് പിന്നീട് ആവശ്യത്തിലേക്കാണ്. പപ്പായ, ക്യാരറ്റ്, പഞ്ചസാര, ഇച്ചിരി മിൽക്ക് മെയ്ഡ് ഇത്രയും ചേർത്തിട്ട് ഞാനതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് നിർബന്ധമില്ല. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാൻ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇച്ചിരി മിൽക്ക് മെയ്ഡ് അതിനകത്ത് ചേർത്തത്. ഈ ഒരു പരുവത്തിലേക്ക് കിട്ടും നമുക്ക് അരച്ചെടുത്താൽ. അതിലേക്ക് തണുത്ത പാൽ കട്ടയും കൂടി ചേർക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം 2 വലിയ സ്പൂൺ വനില ഐസ്ക്രീം ചേർക്കുന്നുണ്ട്. ഞാനിത് ഒരു വലിയ ഗ്ലാസ്സിലേക്ക് ആവശ്യത്തിനുള്ള കോക്ടെയിലാണ് തയ്യാറാക്കുന്നത്. ആ രീതിയിലാണ് ഞാൻ എല്ലാം എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്നുകൂടി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിനകത്തോട്ട് വനില എസൻസും കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അടിച്ചെടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പം നമുക്ക് ഒരു തിക്ക് രൂപത്തിൽ അടിച്ചു വന്നത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. ഇപ്പം കൂടുതൽ വെള്ളമായി പോകാൻ പാടില്ല. പാല് അധികം ചേർക്കേണ്ടതില്ല. ഇനി അതിനകത്തേക്ക് പൊമോഗ്രാനേറ്റും അതേപോലെ കാഷ്യൂനട്ട്, ബദാം, മുന്തിരി എന്നിവ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ കോക്ടെയിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല തണുത്ത പാല് ആവശ്യമാണ്. തണുപ്പും മധുരവും അത്യാവശ്യമാണ് ഇതിന്. അപ്പോൾ ഇനി ഇത് തയ്യാറായിട്ടുണ്ട്. ഇതൊരു ഗ്ലാസ്സിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്കായി അല്പം കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒന്നും നിർബന്ധമല്ല. അതിപ്പം വീട്ടിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ കണ്ണൂർ കോക്ടെയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇത് ഇഷ്ടപ്പെടും. ഈ ചൂട് സമയത്ത് ഇത് കഴിക്കാനും എല്ലാവർക്കും ഉന്മേഷമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കുക.